ദൈവ തിരുനാമത്തിനെ മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്ന് യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തിനു വേണ്ടി എഴുന്നേൽപ്പിച്ച ന്യായാധിപന്മാരെ കുറിച്ച് നമ്മൾ പഠിച്ചു വരികയാണ്. കഴിഞ്ഞ അധ്യായങ്ങളിലെ ഗിദെയോൻ എന്ന് പറയുന്ന ന്യായാധിപനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഗിദെയോന് ശേഷം അബീമേലെക്ക് എന്ന് പറയുന്ന ഒരാൾ രാജാവായി ഇസ്രായേൽ ജനത്തെ ഭരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. ഈ അബീമേലെക്ക് എന്ന് പറയുന്നത് ഗിദെയോന് ഒരു കനാന്യ സ്ത്രീയിൽ ഒരു വെപ്പാട്ടിയിൽ ജനിച്ച മകനായിരുന്നു. ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്ന് മറ്റാരും രാജാക്കന്മാരാകാൻ തയ്യാറാകാത്ത, നേതൃത്വം ഏറ്റെടുക്കാത്ത ഒരു സാഹചര്യത്തിൽ ഈ അബീമേലെക്ക് ആ സ്ഥാനം ഏറ്റെടുത്ത് ഇസ്രായേൽ ജനങ്ങളെ പീഡിപ്പിക്കുന്ന സാഹചര്യമാണ് നമ്മളിവിടെ കാണുന്നത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ കനാന്യയിൽ പോലും പല ആളുകളും ഇദ്ദേഹത്തെ എതിർക്കുന്ന സാഹചര്യമുണ്ടായി. നമ്മൾ മനസ്സിലാക്കണം, അനധികൃതമായി നമ്മൾ നേടുന്നതൊക്കെ താൽക്കാലികമായി നല്ലതെന്ന് നമുക്ക് തോന്നിയേക്കാം. അത് സമ്പത്തായാലും അധികാരമായാലും എന്തായിരുന്നാലും അനധികൃതമായി സമ്പാദിക്കുന്നതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ നമുക്കൊരു ദോഷമായി ഭവിക്കും. ദൈവം തരുന്നതാണ് എപ്പോഴും ആത്യന്തികമായി നമുക്ക് നന്മയും അനുഗ്രഹവുമായിട്ട് ഭവിക്കുന്നത്. അതുകൊണ്ട് ഒരു സ്ഥാനം ലഭിച്ചാലും സമ്പത്ത് ലഭിച്ചാലും ദൈവമേ അവിടുത്തെ ഹിതമാണെങ്കിൽ മാത്രം എനിക്ക് നൽകണമേ, ലഭിക്കണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. പരിശുദ്ധ അമ്മയുടെയും പ്രാർത്ഥന ഇതാണല്ലോ, ഞാൻ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്നാണ്. നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ദുരാശകളൊക്കെ ദൈവത്തോട് നിന്ന് ഒക്കെ സമർപ്പിച്ച് അത് ചോദിച്ചു വാങ്ങാനുള്ള ശ്രമമാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ദൈവം കാലാകാലങ്ങളിൽ നൽകുന്നതിനെ സന്തോഷത്തോടെ സ്വീകരിച്ച് ദൈവത്തിന് വിധേയമായി ജീവിപ്പാൻ നമ്മൾ ഇത് തയ്യാറാകേണ്ടതാണ്. അക്കാലത്ത് നമുക്കറിയാം, ഓരോ പട്ടണത്തിനും ഓരോ മേലധികാരികൾ പോലെ ഉണ്ടായിരുന്നു. നമുക്ക് അറിയാം, നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളുണ്ട്. ഇന്ത്യ എന്ന രാജ്യത്ത് പല സംസ്ഥാനങ്ങളുണ്ട്. ഇതിൽ ഓരോ സംസ്ഥാനത്തിനും മുഖ്യമന്ത്രിമാരുണ്ട്, എന്നാലൊരു പ്രധാനമന്ത്രിയായിട്ട് മറ്റൊരാൾ നമുക്കുണ്ട്. ഇതുപോലെ ആ രാജാവിൻ്റെ സ്ഥാനത്താണ് അബീമേലെക്ക് അവിടെ നിൽക്കുന്നത്. അദ്ദേഹം മറ്റുള്ളവരെയൊക്കെ പീഡിപ്പിച്ച് അവരുടെയൊക്കെ വർഗീയ വിദ്വേഷം അവരുടെ ഇടയിലുണ്ടാക്കി, വിഭാഗീയ ചിന്തകളുണ്ടാക്കി രാജ്യം ഭരിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്ന ഒരു നീചനായ മനുഷ്യനായിട്ടാണ് അബീമേലെക്കിനെ നമുക്കിവിടെ കാണാൻ ഇത് സാധിക്കുന്നത്. യോഗ്യരായിരിക്കുന്ന ആരും ആ സ്ഥാനത്തേക്ക് വരുവാൻ അവരോട്ട് തയ്യാറാകുന്നുമില്ല. ഇന്നും നമുക്കൊരു അധികാരമോഹമെന്ന് പറയുന്നത് പൈശാചികമായ ഒരു വലിയ പ്രലോഭനമാണ്. നമ്മുടെ കർത്താവ് മൂന്നാമത് നേരിടേണ്ടി വന്ന പരീക്ഷ ഇതാണല്ലോ. പിശാചിൽ നിന്ന് ഉയർന്ന മലയിൽ കർത്താവിനെ കൊണ്ടുചെന്ന് നിർത്തിയിട്ട് ഭൂമിയിലെ സകല അധികാരങ്ങളും സമ്പത്തുകളും കാണിച്ചിട്ട് എന്നെ ആരാധിച്ചാൽ, നമസ്കരിച്ചാൽ ഇതൊക്കെ ഞാൻ നിനക്ക് തരാമെന്ന് കർത്താവിനോട് പറയുന്നതായി നമ്മൾ കാണുന്നുണ്ട്. സാത്താനെ എന്നെ വിട്ടുപോകുന്നതിൻ്റെ ദൈവമായ കർത്താവിനെ വന്നിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞ് കർത്താവ് പിശാചിനെ തോൽപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ ഈ അബീമേലെക്ക് എന്ത് ചെയ്തു? ഗിദെയോന് 70 മക്കളായിരുന്നു, 69 പേരെയും അദ്ദേഹം കൊന്നു. വധിക്കപ്പെടാതെ ഒരാളെ രക്ഷപ്പെട്ടു. ആളിൻ്റെ പേരാണ് യോദോ. അദ്ദേഹം ഈ ഇസ്രായേൽ ഗോത്രങ്ങളോട്, ജനങ്ങളോട് പറയുന്നുണ്ട്, ഒരു ഉദാഹരണമാണ് അദ്ദേഹം പറയുന്നത്, വൃക്ഷങ്ങളുടെ ഉപമയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, നിങ്ങളാരും ഈ ഭരണം ഏറ്റെടുക്കുവാനായിട്ട് നിങ്ങളാരും ഇത് തയ്യാറാവുന്നില്ല. അപ്പം അദ്ദേഹം പറഞ്ഞു, ഇത് ഫലം കായ്ക്കുകയും അത് തണം നൽകുകയും ചെയ്യുന്ന വൃക്ഷങ്ങളുണ്ട്. ഒന്നാമത്തെ വൃക്ഷത്തെക്കുറിച്ച് പറയുന്നു, ഒലിവ് വൃക്ഷം. അത് നമ്മുടെ നാട്ടിൽ നിന്ന് ഇത് തെങ്ങ് നമ്മൾ വളരുന്നത് പോലെ സമൃദ്ധമായി ആ നാട്ടിൽ വളരുന്ന ഒരു വൃക്ഷമാണ് ഒലിവ് വൃക്ഷം. അതിന് നല്ല തണൽ നൽകാൻ സാധിക്കും, നല്ല ഫലവും നൽകാൻ സാധിക്കും. ഒലിവിൻ്റെ നല്ല ഫലഭൂഷ്ടമാണ്, അതിൻ്റെ എണ്ണയും അപ്രകാരമാണ്. ആരാധനയ്ക്ക് വഴിപാടായിട്ട് അർപ്പിക്കുന്നത് ഈ ഒലിവിൻ്റെ എണ്ണയായിരുന്നു. ലേവ്യ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 14 മുതൽ വിശദമായി നമ്മളിത് വായിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒലിവ് മരത്തോട് പറഞ്ഞു, നീ വൃക്ഷങ്ങളുടെ രാജാവാക,
ഒലിവ് പറഞ്ഞു, ഞാൻ തയ്യാറല്ല. രണ്ടാമത് അത്തിമരത്തോട് പറഞ്ഞു, വളരെ സ്വാദിഷ്ടമായ ഫലം നൽകുന്നതും വിസ്തൃതമായ ശിഖരങ്ങൾ അതിനുള്ളതുകൊണ്ട്, വലിയ ഇലകളുള്ളതുകൊണ്ട് നല്ല തണൽ നൽകുവാനും അതിന് സാധിക്കുന്നതാണ്. അപ്പം അതും എനിക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. പിന്നീട് മുൾച്ചെടിയാണ്. അതിന് സമൃദ്ധമായ ഇലകളില്ല, തണൽ നൽകാൻ സാധിക്കത്തില്ല, ഫലവുമില്ല. മുൾച്ചെടിയാണ് ഭരണം ഏറ്റെടുക്കുന്നത്. മുൾച്ചെടി ഭരണം ഏറ്റെടുത്താൽ എന്ത് സംഭവിക്കും? വലിയ കാട്ടുതീ വരുന്നോടനെ അത് ആളിക്കത്തും. അതിനോട് ചേർന്ന് നിൽക്കുന്ന വൃക്ഷങ്ങൾ കൂടി അത് കത്തി അത് നശിക്കും. അതിനൊരു ഫലവും കൊടുക്കുവാൻ സാധിക്കുകയില്ല. ഈ മുൾച്ചെടിക്ക് തുല്യമാണ് ഇന്ന് അബീമേലെക്കെന്ന് യോദോം ഇവിടെ പറയുകയാണ്. യാതൊരു ഫലവുമില്ലാതെ നാശം മാത്രം നൽകുന്ന മുൾച്ചെടി. അതെന്തുകൊണ്ടാണ് ആ മുൾച്ചെടി ഭരണം ഏൽക്കേണ്ടി വന്നത്? അത്തിവൃക്ഷവും ഒലിവ് വൃക്ഷവും വേണ്ട എന്ന് പറയുന്നത് മാറുന്നതുകൊണ്ടാണ്. ഇന്ന് നമുക്കറിയാം, സഭയിലായാലും സമൂഹത്തിലായാലും ഇതുപോലെയുള്ള പല മുൾച്ചെടികൾ അധികാരസ്ഥാനത്തേക്ക് വരുന്നു, അല്ലെ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അതാണ് സമൂഹത്തിൻ്റെ സഭയുടെയൊക്കെ പ്രശ്നങ്ങളായിട്ട് മാറുന്നത്. എന്നാൽ നല്ല ഒലിവ് വൃക്ഷങ്ങളും നല്ല ബദാം വൃക്ഷങ്ങളൊക്കെ ഇവിടെ ഉണ്ടെങ്കിലും അവരതിനൊക്കെ തയ്യാറാകാതെ പിന്നോട്ട് മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം അതുകൊണ്ട് അതെല്ലാ കാലത്തും ഈ പൈശാചികമായ പ്രലോഭനമുണ്ടാകുമ്പോൾ അങ്ങനെ സംഭവിക്കാവുന്നതാണ്. അബീമേലെക്കിനെ രാജാവാക്കിയ പൗരന്മാരെക്കുറിച്ചാണ് ഇവിടെ യോദോം ഇവിടെ പറയുന്നത്. രാജാധികാരം അത് തെറ്റാണെന്നല്ല, പക്ഷേ അത് സ്വീകരിച്ച മാർഗം, അതിനെക്കുറിച്ചാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. പിന്നീട് അബീമേലെക്കിനെയൊക്കെ അവർ വിട്ട മറ്റൊരു രാജാവിനെ അവിടെ സ്വീകരിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം അവിടെ ആ ദേശത്തൊക്കെ അവരെ ഉപ്പ് വിതറിയായിട്ട് പറയുന്നു. ഉപ്പ് ഒന്നുകിൽ പരിപൂർണമായ നാശത്തെയാണ് സൂചിപ്പിക്കുക, അല്ലെങ്കിൽ ദൈവത്തിന് അർപ്പിക്കുന്ന വഴിപാടായിട്ടും അതിനെ സൂചിപ്പിക്കുക. ആ ദേശത്തെ ഒന്നുകിൽ ഉപ്പ് വിതറി അവരില്ലാതാക്കി, അല്ലെങ്കിൽ ആ ദേശത്തെ പൂർണ്ണമായി ദൈവത്തിന് വഴിപാടായി സമർപ്പിച്ചു അല്ലെങ്കിൽ നിവേദിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പിന്നീട് അവസ്ഥ ഈ ദുഷ്ടനായ അബീമേലെക്ക് എന്ന ഭരണാധികാരിയുടെ അന്ത്യം ഇവിടെ വായിക്കുന്നുണ്ട്. 53 വാക്യങ്ങൾ വായിക്കുമ്പോൾ അദ്ദേഹം ഇവിടെയുള്ള ആളുകളെ കൊല്ലാൻ വേണ്ടി പട്ടണവാതിക്കൽ വന്നപ്പോൾ ഒരു സ്ത്രീ തിരികല്ലിൻ്റെ പിള്ള എറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ തല അത് തകർക്കുകയാണ്. അന്നേരം അദ്ദേഹം കൂടെ നിന്ന് പടയാളിയോട് പറയുന്നു, ഒരു സ്ത്രീ എന്നെ കൊന്നുവെന്ന് ഇനി ആരും പറയാതിരിക്കാൻ വേണ്ടി നിൻ്റെ വാളൂരി നീ എന്നെ കുത്തിക്കൊല്ലുക. അങ്ങനെ ആ പടയാളിയുടെ വാളിൻ്റെ കുത്തേറ്റ് അദ്ദേഹം മരിക്കുന്നതായി നമ്മൾ കാണുന്നു. അനധികൃതമായി നമ്മൾ നേടുന്ന അധികാരങ്ങളായാലും സമ്പത്തായാലും ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ദോഷമായിട്ട് ഭവിക്കും. എന്നാൽ ദൈവം തരുന്നതിനെ സന്തോഷത്തോടെ നമ്മൾ സ്വീകരിക്കുക. യഥാസമയം ദൈവം നമുക്ക് നന്മയായിട്ടുള്ളതൊക്കെ നമുക്ക് നൽകും. അത് പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തോ ആഗ്രഹിക്കുന്ന വിധത്തിലോ ആകണമെന്നില്ല. പരിശുദ്ധ അമ്മ പറഞ്ഞ പോലെ ദൈവഹിതത്തിന് നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുവാൻ നമുക്കിടയായി തീരണം. നോമ്പിലെ പ്രാർത്ഥനകളും അതിലെ എല്ലാ ചിന്തകളും അതിന് നമ്മെ സഹായിക്കട്ടെ. കർത്താവേ, പരിശുദ്ധാത്മാവേ, ദൈവത്തിന് വിധേയമായി മാത്രം ഈ ഭൂമിയിൽ ചിന്തിപ്പാനും പ്രവർത്തിപ്പാനും ഞങ്ങളെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.